കൊടും ക്രൂരനായ പിതൃ സഹോദരൻ അറസ്റ്റിൽ. ആലുവയിൽ അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞ് 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇതും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിര, ഇരയാക്കിയത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന്, സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ്, ആന്തരിക അവയവങ്ങളിലും പരിക്ക്. മരിക്കുന്നതിന് തലേ ദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുഞ്ഞ് 1.5 വർഷമായി അനുഭവിച്ച പീഡനങ്ങളുടെ കഥ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്താണ് പ്രതിയെ പിടികൂടിയത്. 3 പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതി കുറ്റം സമ്മതിച്ചു. കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ SP M ഹേമലത പറഞ്ഞു. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി. അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വീടുകളിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. പ്രതിയുടെയും കുഞ്ഞിന്റെയും വസ്ത്രങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. കുട്ടിയുടെ തൊട്ടടുത്താണ് പ്രതിയുടെ വീട്. മകളെ രക്ഷിക്കാനാണ് താനിത് ചെയ്തതെന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതിന്റെ സൂചനയാണോ എന്ന് വ്യക്തതയില്ല. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. 3.5 വയസ്സുകാരി പിതാവിന്റെ സഹോദരനിൽ നിന്ന് നേരിട്ടിരുന്നത് അതിക്രൂരമായ പീഡനമെന്ന വിവരം. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 10ലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസവും കുട്ടി പീഡനത്തിനിരയായി. അമ്മ നൽകിയ നിർണായക വിവരമാണ് അന്വേഷണം പിതൃ സഹോദരനിലേക്ക് എത്തിച്ചത്. വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു പിതാവിന്റെ സഹോദരൻ. ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് വിവരം. ചൊവ്വാഴ്ച വൈകിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഈ സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന അമ്മയെ തിരികെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഭർത്താവിന്റെ സഹോദരങ്ങളുമായാണ് കുട്ടി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നതെന്ന അമ്മയുടെ മൊഴിയും കേസിൽ നിർണായകമായി. തുടർന്നാണ് പുത്തൻകുരിശ് പോലീസ് അടുത്ത ബന്ധുക്കളായ 3 പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ബന്ധുവായ യുവാവ് കുട്ടിയെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് പോലീസിന് വ്യക്തത ലഭിച്ചത്. ഇയാളുടെ ഫോണടക്കം പരിശോധിച്ച പോലീസ് പ്രതി ലൈംഗിക വൈകൃതം ഉള്ളയാളാണെന്ന് മനസ്സിലാക്കി. പിന്നീട് രാത്രി വരെ നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. 1.5 വർഷത്തോളമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഏറെ നാളായി പീഡനം നടന്നതിനെ കുറിച്ച് സംശയമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് അംഗനവാടി ടീച്ചർ പറയുന്നത്. ടീച്ചറല്ല, അമ്മയായിട്ടാണ് ഞാനെന്ന് പറയണ്ട, ഞങ്ങൾ 2 പേരും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം ഇല്ല. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞില് കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല. അപ്പോൾ കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്തു തന്നെയാണ് പ്രതിയുടെയും വീട്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ മാനസികാസ്വാസ്ഥ്യത്തെക്കുറിച്ചുള്ള വഴക്കുകളും വീട്ടിൽ പതിവായി. എന്നാൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമില്ല എന്നാണ് ഭർത്താവ് തുടക്കം മുതൽ പറയുന്നത്. നിലവിൽ അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതോടെ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തതയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി.